അവൻ്റെ കുഷ്ഠരോഗം 2 ദിവസം കഴിഞ്ഞിട്ട് വിട്ടുമാറിയെന്നല്ല, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് സൗഖ്യമായെന്നല്ല. ഉടനെ ഇമ്മീഡിയറ്റ്ലി ആ കുഷ്ഠരോഗിയായ മനുഷ്യന്റെ സർവ്വരോഗങ്ങളും വളരെ പെട്ടെന്ന് സമ്പൂർണമായും വിട്ടുമാറി എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ട് ആ മനുഷ്യന്റെ ഭയാനകമായ ഈ രോഗത്തിൽ നിന്ന് അധികം മണിക്കൂറുകളോ ദിവസങ്ങളോ ഒന്നും എടുക്കാതെ സെക്കൻഡുകൾക്കുള്ളിൽ എന്തുകൊണ്ട് ആ മനുഷ്യന്റെ രോഗം അവന് വിട്ടുമാറി അവൻ സുഖമാകുവാനുള്ള കാരണമെന്ത്? ആ വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, അവനൊരു പട്ടണത്തിൽ ഇരിക്കുമ്പോൾ, ഇംഗ്ലീഷ് പരിഭാഷയിൽ ഇങ്ങനെയാണ്, വൈൽ ഹി വാസ് ഇൻ വൺ ഓഫ് ദ സിറ്റീസ്. മലയാളത്തിൽ പറയുന്നത് അവനൊരു പട്ടണത്തിൽ ഇരിക്കുമ്പോൾ എന്നാണ്. എന്നാൽ ഇംഗ്ലീഷിൽ ഒന്നും കൂടി ഒരു വിശദമാക്കി പറഞ്ഞിട്ടുണ്ട്. അനേക പട്ടണങ്ങൾ, അനേക സിറ്റികൾ യെരുശലേമിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ പട്ടണങ്ങളുടെ കൂട്ടത്തിൽ, ആ സിറ്റികളുടെ കൂട്ടത്തിൽ ഒരു പട്ടണത്തിൽ യേശു വന്ന് ഇരിക്കുവാനിടയായി. വേറെ ഏതെങ്കിലും ഒരു പട്ടണത്തിലാണെങ്കിൽ യേശു വന്നിരിക്കുന്നതെങ്കിൽ ഈ കുഷ്ഠരോഗി അവൻ സൗഖ്യമാകുകയില്ലായിരുന്നു. അപ്പോൾ കർത്താവ് ആ ഒരു പ്രത്യേക പട്ടണത്തിൽ മറ്റേതൊരു പട്ടണത്തിലേക്കും പോകാതെ ഈ പട്ടണത്തിൽ തന്നെ വന്നതിൻ്റെ പിന്നിൽ ഈ കുഷ്ഠരോഗി സൗഖ്യമാകുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതികളുടെ ഒരു വഴികാട്ടിയായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇതെല്ലാം വെറും ഒരു യാദൃച്ഛികം മാത്രമാണെന്നാണ്. അല്ല, ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ പല വഴിത്താരകളിലും അനുഭവങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ, നമ്മൾ താമസിക്കുന്നിടം, നമ്മൾ ജീവിക്കുന്നിടം, നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകൾ, എല്ലാ ഇടങ്ങളിലും നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു കാര്യം ചിന്തിക്കണം, അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നാം ഒരു രോഗത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നാം ഒരു സങ്കടത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. കാരണം ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതികളാണത്. യേശു ഈ പട്ടണത്തിൽ ഇരിക്കാതെ മറ്റൊരു പട്ടണത്തിലാണ് പോയിരിക്കുന്നതെങ്കിലോ ഈ കുഷ്ഠരോഗി എന്നെന്നും കുഷ്ഠരോഗിയായി തന്നെ ജീവിച്ചേനെ. മാത്രമല്ല, ഈ സുവിശേഷങ്ങളിൽ ഈ സംഭവം എഴുതി വെക്കാനും പറ്റില്ലായിരുന്നു. അപ്പോൾ മുന്നമേ ദൈവം ഇത് കണ്ടിട്ടാണ് ആ കൃത്യം പട്ടണത്തിലേക്ക് തന്നെ യേശുവിനെ അയച്ചത്. പിന്നീട് അവിടെ പറയുന്നു, മലയാളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവനൊരു പട്ടണത്തിൽ ഇരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ എന്നാണ്. എന്നാൽ നേരെ മറിച്ചാണ് നമുക്ക് ഇംഗ്ലീഷ് പരിഭാഷയിൽ കാണാൻ കഴിയുന്നത്. ബിഹോൾഡ് there was a man covered with leprosy. സമ്പൂർണമായും ഒരു ചെറിയ കുഷ്ഠരോഗമൊന്നുമല്ല, ഭയാനകമായ നിലയിൽ ശരീരം മുഴുവൻ കുഷ്ഠരോഗം കൊണ്ട് നിറഞ്ഞ ഒരു കുഷ്ഠരോഗി ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ്. കണ്ടോ, ചെറിയൊരു കുഷ്ഠരോഗമൊന്നുമല്ല, ആര് കണ്ടാലും ഭയപ്പെടും. അതിഭീകരമായ അവസ്ഥയിലൂടെ ആ മനുഷ്യൻ ത്വക്ക് രോഗത്തിലൂടെ കടന്നു പോകുന്നു. അവന്റെ വേദന, അവന്റെ ഭാരം, അവന്റെ പ്രയാസം, ആരെന്നെ രക്ഷിക്കും, ആരെന്നെ സഹായിക്കും, ആരെന്നെ സൗഖ്യമാക്കും? കാരണം ഒരാൾ പോലും അടുക്കില്ല. കുഷ്ഠരോഗികൾ
പാളയത്തിന് പുറത്തു പോയി പാർക്കണമെന്നാണ് പഴയ നിയമത്തിന്റെ പ്രമാണം. അവൻ പരസ്യമായി ഇറങ്ങി നടക്കാൻ പാടില്ല. ഇറങ്ങി നടന്നാൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് പ്രമാണമിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും സഹായിക്കാനുണ്ടോ? ഒന്നാമത് വേറെന്തെങ്കിലും ഒരു രോഗമല്ല, തൊടാനും കാണാനും അടുക്കാനും വെറുപ്പ് തോന്നിപ്പിക്കുന്ന കുഷ്ഠരോഗം. ശരീരത്തിന്റെ ഒരു ഭാഗത്തല്ല, ശരീരം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന നിലയിൽ കുഷ്ഠരോഗം കൊണ്ട് നിറഞ്ഞ മനുഷ്യൻ ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ തന്നെ ആര് വന്നു? യേശു വന്നു. കണ്ടോ? അപ്പോൾ ഇവന്റെ അവസ്ഥ, ഇവന്റെ വേദന, ഇവന്റെ ഭാരം, ഇവൻ എത്രമാത്രം ദുഃഖത്തിലൂടെ കടന്നു പോകുന്നുവെന്ന് ആരറിഞ്ഞിരുന്നു? ദൈവം അറിഞ്ഞു, ക്രിസ്തു അറിഞ്ഞു. അതുകൊണ്ടാണ് ആ പട്ടണത്തിൽ തന്നെ യേശു വന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഇങ്ങനെ ഒന്ന് സംയോജിപ്പിച്ച് ചിന്തിക്കണം. ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന പല ദുഃഖങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇതെല്ലാം അറിയുന്ന എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട്, എൻ്റെ അരികിലുണ്ട്. അവൻ ഇമ്മാനുവേലാണ്, അവൻ എൻ്റെ ഹൃദയത്തിലുണ്ട്, അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എൻ്റെ അരികിൽ ഉണ്ടെന്നുള്ള വിശ്വാസത്തോടുകൂടെ കാര്യങ്ങളെ കാണുവാൻ തയ്യാറായാൽ ഈ പകൽക്കാലം ദൈവമക്കൾ പറയട്ടെ, വിടുതൽ ഉറപ്പാണ്. ഇവിടെ ഈ കുഷ്ഠരോഗിയായ മനുഷ്യൻ ഇവിടെ പറയുന്നത്, ആൻഡ് വെൻ ഹി സോ ജീസസ്, അവൻ യേശുവിനെ കണ്ടു. കണ്ടോ? അപ്പൊ ദൈവം കാര്യം ഇവന്റെ സൗഖ്യത്തിലേക്ക്, ഇവന്റെ വിടുതലിലേക്ക് നയിക്കാൻ വേണ്ടി യേശു മുന്നമേ പട്ടണത്തിൽ വന്നു. ഇവൻ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ യേശുവിനെ മുഖാമുഖമായി കാണാൻ ഈ കുഷ്ഠരോഗിക്ക് ഭാഗ്യം ലഭിച്ചു. ഞാൻ മുന്നമേ പറഞ്ഞതുപോലെ ഒരു കുഷ്ഠരോഗിക്ക് യഹൂദ റബ്ബിമാരുടെ അടുക്കൽ വരാൻ പാടില്ല, ഇസ്രായേൽ മക്കളുടെ അടുക്കൽ വരാൻ പാടില്ല, ദേവാലയത്തിൽ വരാൻ പാടില്ല, പൊതുജനം പാർക്കുന്നിടത്ത് വരാൻ പാടില്ല. പക്ഷേ ഇവന് വേണ്ടി കാര്യങ്ങൾ ദൈവം ക്രമീകരിച്ചു കൊടുക്കുകയാണ്. അതാണ് വചനം പറയുന്നത്, സകലവും നന്മയ്ക്കായിട്ട് ദൈവം കൂടി വ്യാപരിപ്പിക്കുന്നു. ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ നന്മയ്ക്കാണ്, നമ്മുടെ വിടുതലിനാണ്, നമ്മുടെ സൗഖ്യത്തിനാണ്, നമ്മുടെ ഉയർച്ചയ്ക്കാണ്. അത് ഈ പ്രപഞ്ചം മുഴുവനും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ദൈവം അതെല്ലാം ക്രമീകരിച്ച് നമുക്ക് നൽകുകയാണ്. ഈ കുഷ്ഠരോഗി യേശുവിനെ കണ്ടു. നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾ ആരെ കാണണം? യേശുവിനെ നമ്മൾ കാണുന്നവരായിരിക്കണം. വചനം എന്താ പറയുന്നത്? അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഇവൻ ആരെ കണ്ടു? ആരുടെ മുഖത്തേക്ക് നോക്കി? വളരെ ക്ലിയറായി പറയുന്നു, അവൻ യേശുവിനെ കണ്ടു. അവൻ പലരെയും കണ്ടിട്ടുണ്ട്, പല യഹൂദ റബ്ബിമാരെ കണ്ടിട്ടുണ്ട്, പല ഉന്നതരായ യഹൂദ ശാസ്ത്രിമാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. അവൻ ലജ്ജയിലൂടെ തന്നെയാണ് കടന്നുപോയത്. കാരണം എന്താണ്? കുഷ്ഠരോഗി. വല്ല വിലയുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും ഒരു ബഹുമാനം കൊടുക്കോ? പലരെയും അവൻ കണ്ടു, അവരുടെ മുഖത്തൊക്കെ നോക്കിയതാണ്. പക്ഷേ ഒരു കാര്യങ്ങളും അവന് കിട്ടിയില്ല. പക്ഷേ അത്രമാത്രം പരിതാപകരമായ നിലയിൽ, തകർന്ന അവസ്ഥയിൽ ഈ മനുഷ്യൻ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ കൃപയാൽ യേശു വന്ന രക്ഷകനെ ഈ കുഷ്ഠരോഗിക്ക് മുഖാമുഖമായി കാണാൻ കഴിഞ്ഞു. ആദ്യമായിട്ട് അവൻ കാണുന്നത്. ഇതിനു മുമ്പ് അവൻ കണ്ടിട്ടില്ല.
യേശുവിനെ അവൻ കണ്ടു. ആ ആർദ്രതയുള്ള, സ്നേഹമുള്ള, കരുണയുള്ള യേശുവിന്റെ കണ്ണുകളിലേക്ക് അവൻ നോക്കി. അവൻ ഉടനെ സൗഖ്യമാകുവാൻ കാരണമായ ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് യേശുവിൻ്റെ മുഖത്തേക്ക് അവൻ നോക്കിയത് കൊണ്ടാണ്. ഇന്ന് പകൽക്കാലം ദൈവവചനത്തിൻ്റെ മുൻപാകെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഏത് രോഗമായിക്കൊള്ളട്ടെ, സാമ്പത്തിക പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, മറ്റെന്തെങ്കിലും ഒരു ഭാരമായിക്കൊള്ളട്ടെ, ആകുലതയായിക്കൊള്ളട്ടെ, ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയത് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. നമ്മുടെ ബന്ധുക്കളുടെ മുഖത്തേക്ക് നോക്കിയാൽ ഒരു പ്രയോജനം ഉണ്ടാവില്ല. നമ്മുടെ അയൽവക്കക്കാരുടെ മുഖത്തേക്ക് നോക്കിയാൽ ഒരു പ്രയോജനം ഉണ്ടാവില്ല. എന്നാൽ യേശുവിന്റെ മുഖത്തേക്ക് നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട് നാം യേശുവിനൊന്ന് നോക്കാൻ തയ്യാറായാൽ, ഈ പകൽക്കാലം ദൈവമക്കളോട് പറയട്ടെ, നിങ്ങൾ വന്നതുപോലെയല്ല, വിടുതൽ പ്രാപിച്ച് സൗഖ്യം പ്രാപിച്ച് നിങ്ങൾ മടങ്ങിപ്പോകുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കും. യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ യേശു ആരാണെന്ന് ഇവന് മനസ്സിലായി. ഇവൻ പല യഹൂദ പുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും റബ്ബിമാരും ഒക്കെ കണ്ടിട്ടുണ്ട്. അവരുടെ ഒന്നും മുഖത്തില്ലാത്ത ഒരു അഭൗമമായ ദൈവ തേജസ്, ഇവൻ ദൈവപുത്രനാണെന്ന്, ഇവൻ ലോകരക്ഷകനാണെന്ന്, ഇവൻ ദൈവമാണെന്ന് ആർക്ക് മനസ്സിലായി? ഈ പാവപ്പെട്ട കുഷ്ഠരോഗിക്ക് മനസ്സിലായി. He fell on his face and implored him. അവന്റെ മുഖം, അവന്റെ ഫേസ് സമ്പൂർണമായും യേശുവിന്റെ പാദപീഠത്തിൽ, ആ പാദപീഠത്തിൽ പൂർണ്ണമായി തന്റെ മുഖവും ശരീരവും പൂർണ്ണമായും അവിടെ മുട്ടുകുത്തി വീണ് യേശുവിന്റെ പാദപീഠത്തിൽ, ആ നിലത്തോട്, ആ ഭൂമിയോട് ചേർന്ന് അവൻ പൂർണ്ണമായും അവിടെ യേശുവിന്റെ പാദപീഠത്തിൽ കിടന്നു. അവന് മനസ്സിലായി, ആരാധനയ്ക്ക് യോഗ്യൻ ക്രിസ്തുവാണ്, ഇവൻ ദൈവമാണ്, ഇവൻ അസാധ്യമായിട്ടൊന്നുമില്ല. അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഇവന് മനസ്സിലായി, ഇവന് കഴിയാത്തതൊരു കാര്യവുമില്ല. അവൻ കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങി, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങി. അവൻ താഴ്മയോടെ കർത്താവിന്റെ മുൻപാകെ വീണു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വിടുതൽ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. അപ്പോസ്തലന്മാർ ബന്ധിക്കപ്പെട്ട് അവർ കാരാഗൃഹത്തിൽ കിടക്കുകയായിരുന്നു. വേണമെങ്കിൽ അവർക്ക് പാടാതെ പ്രാർത്ഥിക്കാതെ ഇരിക്കായിരുന്നു. പക്ഷെ അർദ്ധരാത്രി ആയപ്പോൾ അവർ പതുക്കെ പാടാൻ തുടങ്ങി, ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അവർ പാടിയപ്പോൾ, അവരാരാധിച്ചപ്പോൾ, അവർ ദൈവത്തെ സ്തുതിച്ചപ്പോൾ എന്തെല്ലാമാണ് അവിടെ സംഭവിച്ചത്? പ്രിയപ്പെട്ടവരെ, ആരാധന ശ്രദ്ധിച്ചവർക്ക് കൂടി വിടുതൽ ഉണ്ടായെങ്കിൽ, തടവിൽ കിടന്ന തടവ് പുള്ളികൾ ചങ്ങലയിൽ നിന്നും സ്വതന്ത്രമായെങ്കിൽ, നമ്മുടെ ആരാധന കേൾക്കുന്നവർ, നമ്മുടെ ആരാധന ശ്രദ്ധിക്കുന്നവർ, അവരറിയാതെ അവരുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബത്തിൽ അത്ഭുതമായ വിടുതൽ ഉണ്ടാകും. അപ്പോസ്തലന്മാരും വിടുവിക്കപ്പെട്ടു. അവിടെ ആരാധന ശ്രദ്ധിച്ച മറ്റു മനുഷ്യരും വിടുവിക്കപ്പെട്ടു. വിടുതൽ വേണോ? സൗഖ്യം വേണോ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം വേണോ? നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾക്ക് മാറ്റം വരണമോ? ഇന്ന് പകൽക്കാലം പറയട്ടെ, ആരാധിക്കാൻ തയ്യാറാകൂ, സ്തുതിക്കുവാൻ തയ്യാറാകൂ, കയ്യടിക്കുവാൻ തയ്യാറാകൂ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആത്മാർത്ഥമായി തയ്യാറായാൽ ദൈവം ഉത്തരം തരും. ഇവിടെ ഈ മനുഷ്യൻ തന്നെ സ്വയം താഴ്ത്തി, തന്നെ ആ മണ്ണോട് ചേർത്തുകൊണ്ട്, യേശു മാത്രമാണ് എൻ്റെ അഭയം, യേശു മാത്രമാണ് എൻ്റെ ആശ്രയം, എനിക്ക് വിടുതൽ ലഭിച്ചേ പറ്റൂ, എനിക്കുത്തരം കിട്ടിയേ പറ്റൂ, എനിക്കൊരു വഴി തുറന്നേ പറ്റൂ, എനിക്കിങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുവാൻ ഇനി എനിക്ക് മനസ്സില്ല. അങ്ങയുടെ മുൻപാകെ, അങ്ങയുടെ പാദപീഠത്തിൽ എന്നെ പൂർണ്ണമായും അർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സ്വയം താഴ്മയോടുകൂടെ വീണ് കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങി. മൂന്നാമത്തെ കാര്യം പറയുന്നു, അവൻ തുടർന്ന്
കർത്താവിനോട് യാചിക്കാൻ തുടങ്ങി. ക്രിസ്തുവിന്റെ മുൻപാകെ അവന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും തകർന്ന ഹൃദയത്തോടെ, തകർന്ന മനസ്സോടുകൂടെ അവന്റെ രോഗത്തിൽ നിന്നൊരു വിടുതൽ. കാരണം ആർക്കും അവന് വേണ്ട, അവൻ ഒറ്റപ്പെട്ട് നടക്കുകയാണ്. അവന്റെ ജീവിതത്തിനൊരു ലക്ഷ്യമില്ല, പ്രതീക്ഷയില്ല. അവൻ യാചിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശുവിനോടവൻ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. വെറുതൊരു പ്രാർത്ഥനയല്ല, വളരെ തീഷ്ണമായിട്ട്, വളരെ കരയുന്ന ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിൽ, കർത്താവിന്റെ സന്നിധിയിൽ അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താണ് അവൻ പ്രാർത്ഥിച്ചത്? കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും. എന്താണ് അവൻ പ്രാർത്ഥിച്ചത്? എന്താണ് അവൻ യാചിച്ചത്? നിനക്ക് മനസ്സുണ്ടെങ്കിൽ. പലരുടെ അടുക്കൽ ഒരു വിടുതലിന് വേണ്ടി അവൻ പോയിട്ടുണ്ട്, അവൻ യാചിച്ചിട്ടുണ്ട്, അവൻ കരഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ ഒരാൾ പോലും, ഒരു തുള്ളി പോലും മനസ്സ് കാണിച്ചില്ല. അവനോടൊരു കരുണയും കാണിച്ചില്ല, ഒരു സഹതാപവും കാണിച്ചില്ല. അവൻ വെറുതെ വന്നു, വെറുതെ പോയി. യേശുവിന്റെ സന്നിധിയിലും വന്നപ്പോൾ യേശുവും ഒരുപക്ഷെ അങ്ങനെയുള്ള ആളായിരിക്കും. സാധാരണ റബ്ബിമാരെ പോലെ, യഹൂദ പുരോഹിതന്മാരെ പോലെ, ശാസ്ത്രിമാരെ പോലെ ഒരാളായിരിക്കും യേശു എന്നാണ് അവൻ കരുതിയത്. കാരണം അവന്റെ അനുഭവങ്ങൾ അങ്ങനെയുള്ളതായിരുന്നു. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. അതുകൊണ്ട് അവൻ പറഞ്ഞത്, നിനക്ക് കഴിയുമെങ്കിൽ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. അതിന് കർത്താവ് എന്താണ് മറുപടി കൊടുത്തത്? അടുത്ത വാക്യത്തിൽ പറയുന്നു, യേശു കൈനീട്ടി അവനെ തൊട്ടു. ഏതെങ്കിലും കുഷ്ഠരോഗിയെ, ഞാനൊരു തുറന്ന മനസ്സോട് ചോദിക്കട്ടെ, നമ്മുടെ മുമ്പിൽ കുഷ്ഠരോഗം ബാധിച്ചൊരു മനുഷ്യൻ വന്നെന്ന് വിചാരിക്കൂ, നമ്മൾ ആരെങ്കിലും അവനെ തൊടാൻ തയ്യാറാവോ? അവന്റെ കൂടെ ഇരിക്കാൻ തയ്യാറാവോ? നമുക്ക് വെറുപ്പായിരിക്കും, വല്ലാത്ത വെറുപ്പ്. എത്രയും പെട്ടെന്ന് അവന്റെ അടുക്കൽ നിന്നും എങ്ങോട്ടെങ്കിലും പോകാനായിരിക്കും സകല മനുഷ്യരും ചിന്തിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശു ആരാണ്? സ്നേഹമുള്ള ദൈവമാണ്, കരുണയുള്ള ദൈവമാണ്, ആർദ്രതയുള്ള ദൈവമാണ്, മനസ്സലിവുള്ള ദൈവമാണ്. കർത്താവ് എന്താ ചെയ്തത്? ഇവൻ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചപ്പോൾ കർത്താവ് കൈ നീട്ടി അവനെ തൊട്ടു. അവനെ തൊട്ടു. കർത്താവിന് അറപ്പില്ല, കർത്താവിന് വെറുപ്പില്ല. കർത്താവ് കുഷ്ഠരോഗിയിൽ നിന്നും ഓടുന്നവനല്ല. കർത്താവ് മനസ്സലിവുള്ള ദൈവമാണ്, സ്നേഹമുള്ള കർത്താവാണ്. കർത്താവ് അവന്റെ അവസ്ഥ മനസ്സിലാക്കി, അവന്റെ ജീവിതത്തിന്റെ ആ വല്ലാത്ത ദുസ്ഥിതി മനസ്സിലാക്കി യേശു തന്റെ കരം നീട്ടി അവനെ തൊട്ടു. പ്രിയപ്പെട്ടവരെ, സൗഖ്യം ലഭിക്കാനായി കർത്താവ് നൽകിയിരിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. നമ്മൾ രോഗികളുടെ മേൽ കൈവച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രക്തസ്രാവം പിടിപ്പെട്ട സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന് തൊങ്ങലി തൊട്ടുള്ളൂ, ഉടനെ അവൾ സൗഖ്യമായി. അപ്പോൾ വിശ്വാസത്തോടെ നാം യേശുവിനെ തൊട്ടാൽ യേശുവിന്റെ ശരീരത്തിന് ശക്തി പ്രാപിച്ച് നമ്മൾ വിടുതൽ പ്രാപിക്കും.
ഇതുപോലെ വിശ്വാസത്തോടെ ഒരു വ്യക്തി നമ്മളെ തൊട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവശക്തി അവിടെ വ്യാപരിക്കും, ദൈവത്തിന്റെ വിടുതൽ അവിടെ ഉണ്ടാകും. എന്നിട്ട് അവനോട് പറയുകയാണ്, ഐ ആം വില്ലിംഗ്, ബി ക്ലീൻഡ്. എനിക്ക് മനസ്സുണ്ട്. എനിക്ക് മനസ്സുണ്ടെന്ന് നീ പറയുന്ന പോലെയൊന്നുമല്ല. ഞാൻ മനസ്സില്ലാത്തവനല്ല, എനിക്ക് മനസ്സുണ്ട്. ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്, ഈ ഭൂമിയിലേക്ക് വന്നത് നിങ്ങളെപ്പോലുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയാണ്, നിങ്ങളെപ്പോലുള്ളവരെ വിടുവിക്കാൻ വേണ്ടിയാണ്. എനിക്ക് മനസ്സുണ്ട്. യേശു പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ വിടുവിക്കുവാൻ യേശുവിന് മനസ്സുണ്ട്. നിങ്ങളെ സഹായിക്കുവാൻ യേശുവിന് മനസ്സുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുവാൻ യേശുവിന് മനസ്സുണ്ട്. എത്ര പ്രയാസകരമായ ഒരു കാര്യമായാലും അതിൽ നിന്ന് വിടുവിക്കുവാൻ യേശുവിന് മനസ്സുണ്ട്. യേശുവിന് മനസ്സുണ്ട്. ലോകത്തിന് ആ മനസ്സില്ല, ലോക മനുഷ്യർക്ക് ആ മനസ്സില്ല, നമ്മുടെ രക്തവർണ്ണങ്ങൾക്ക് മനസ്സില്ല. പക്ഷേ യേശുവിന് മനസ്സുണ്ട്. യേശു അവനോട് പ്രഖ്യാപിക്കുകയാണ്, അവനെ തൊട്ട് ആശ്വസിപ്പിച്ച് അവന് പറയുന്നത്, എനിക്ക് മനസ്സുണ്ട്, ബി ക്ലീൻഡ്, സുഖമാകുക, ശുദ്ധമാകുക. യേശു പ്രഖ്യാപിച്ചു, എനിക്ക് മനസ്സുണ്ട്, നീ സുഖമാകുക. യേശു തൻ്റെ വചനം കൽപ്പിച്ചു. വചനം എന്താ പറയുന്നത്? യെശയ്യാപ്രവചനം പറയുന്നു, കർത്താവ് കൽപ്പിക്കുന്ന വചനം അത് വെറുതെ തൻ്റെ അരികിലേക്ക് മടങ്ങി വരാതെ ആ വചനത്തിൽ പറഞ്ഞ കാര്യം സാധിപ്പിച്ചിട്ട് മാത്രമേ മടങ്ങി വരികയുള്ളൂ. സങ്കീർത്തനങ്ങൾ പറയുന്നു, ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ, പ്രയാസത്തിലൂടെ, പ്രതിസന്ധിയിലൂടെ അവർ കടന്നുപോയപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, അവൻ തൻ്റെ വചനമയച്ചവരെ സൗഖ്യമാക്കി. ഇന്ന് കേൾക്കുന്നത് അതേ കർത്താവിൻ്റെ വചനമാണ്. ഈ വചനം നാം ഏറ്റെടുക്കുമെങ്കിൽ, നാം സ്വീകരിക്കുമെങ്കിൽ, നമ്മുടെ ജീവിതത്തിലേക്ക് രണ്ട് കൈയും നീട്ടി എന്നെ വിടുവിക്കണമേ, എന്നെ സഹായിക്കണമേ, എന്നെ സൗഖ്യമാക്കണമേ, എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണമേ, ഒരു ഉണർവ് എനിക്ക് തരണമേ എന്നാഗ്രഹിച്ചുകൊണ്ട് ഈ വചനത്തെ മുറുകെ പിടിക്കുകയാണെങ്കിൽ ആ വചനം നിങ്ങൾക്ക് ഉത്തരം തന്നിരിക്കും. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക, യേശു കൽപ്പിച്ചു. ഉടൻ എന്താ സംഭവിച്ചത്? ആൻഡ് ഇമ്മീഡിയറ്റ്ലി the leprosy left him. ഞാൻ എന്റെ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു, യേശു തൊട്ട് ശുദ്ധമാകുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടല്ല അവൻ സൗഖ്യമായത്, ഒരു മാസം കഴിഞ്ഞിട്ടല്ല, ഉടനെ. ഇംഗ്ലീഷിൽ പറയുന്നു ഇമ്മീഡിയറ്റ്ലി. ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന്. പെട്ടെന്ന് അവൻ സൗഖ്യമായി, പെട്ടെന്ന് അവൻ വിടുവിക്കപ്പെട്ടു, പെട്ടെന്ന് അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വന്നു. ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം പെട്ടെന്നായിരിക്കും. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നപ്പോൾ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ അവിടെ പരിശുദ്ധാത്മാവ് വന്നു. ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിന് മുകളിൽ നിന്നുകൊണ്ട് അവൻ ദൈവത്തിന്റെ തീയിറക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഉടനെ ദൈവത്തിന്റെ തീയിറങ്ങി. യേശു യോർദാൻ നദിയിൽ സ്നാനപ്പെട്ടപ്പോൾ ഉടനെ സ്വർഗം തുറന്നു. എല്ലായിടത്തും ഇമ്മീഡിയറ്റ്ലി, ഉടനെ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ പ്രാർത്ഥനാ വിഷയവുമായി, നമ്മുടെ ആഗ്രഹങ്ങളുമായി നമ്മൾ മുട്ടിപ്പായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം എങ്ങനെയായിരിക്കും അറിയാമോ? പെട്ടെന്നായിരിക്കും. ഇമ്മീഡിയറ്റ്ലി ദൈവത്തിന്റെ ഉത്തരങ്ങൾ, ദൈവത്തിന്റെ വിടുതലുകൾ, ദൈവത്തിന്റെ സൗഖ്യം, ദൈവത്തിന്റെ മറുപടി, ദൈവത്തിന്റെ റിപ്ലൈസ് നമ്മുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് വരും. ഉടനെ അവന്റെ കുഷ്ഠം അവന് വിട്ടുമാറി.